ഭാഷയില്ല, അതായത് നമ്മൾ സംസാരിക്കുന്നത് കുറവാണ്, കൂടുതലും വിഷ്വൽസ്. അപ്പൊ അത് അങ്ങനെ വർത്താനം വേണ്ട, കാഴ്ച കൂടുതലാവാന്ന് ആലോചിച്ച് ചെയ്തതാണോ, അതോ അങ്ങനെ വന്നപ്പോ ഇനിയിപ്പോ അതന്നെ മതി അങ്ങനെ ഫോളോ ചെയ്തതാണോ? അങ്ങനെയല്ല. ഞാൻ 3000 വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 1500 വീഡിയോ സംസാരിക്കുന്ന വീഡിയോ ആണ്. 1500 വീഡിയോ മറ്റേ ഉള്ളൂ, നേരെ പകുതിയാണ്. അതായത് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ എല്ലാവരും ഓരോ ഇതുണ്ടാവുമല്ലോ, ഓരോ വർക്കിനായാലും ഞാൻ ഡെയിലി ഒരു 2 വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു വലിയ സംസാരിക്കുന്ന വീഡിയോ, ഒരു സംസാരിക്കാത്തൊരു, അതായത് കുട്ടിയൊക്കെ വേണ്ടിയിട്ട് ഞാൻ അത് എടുക്കില്ല. കുറെ മെസ്സേജുകളും കാര്യങ്ങളെല്ലാം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് അത്. പിന്നെ അനുട്ടിയുണ്ട്, അതുപോലെ തന്നെ ഋത്തിക്ക്. അപ്പൊ ഞാനത് പറയാൻ വേണ്ടിയിട്ട് കുറെ ടോം ആൻഡ് ജെറി അങ്ങനത്തെ എല്ലാം ആക്കിയെന്നുള്ളൂ. ഇവര് രണ്ടാൾക്കും വലിയൊരു ബോണ്ടും കാര്യമെല്ലാം ആദ്യമേ തുടക്കത്തിലുള്ള ഇവരൊരു കോയിനെ മണിച്ചേരനെ വളർത്തി അങ്ങനത്തെ എല്ലാം അതിലെ കുഞ്ഞു കുഞ്ഞെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുട്ടികളായി ചെയ്യുന്നതാണ്. പക്ഷെ അത് എനക്കെന്നെ അത് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനപ്പോൾ എനിക്ക് ഇഷ്ടം, അത് ഞാൻ എപ്പോൾ വയസ്സായിട്ടാകുമ്പോഴും ഇവർക്കത് കാണാമല്ലോ, ഒരു ഡയറി പോലാന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ അതാക്കി തുടങ്ങിയത്. ഒരിക്കലും ഞാൻ സൗണ്ടില്ലാണ്ടല്ല, സൗണ്ടിലെ വീഡിയോ എല്ലാ ഡെയിലി വൈകുന്നേരം 7 മണിക്ക് സൗണ്ടിലെ വീഡിയോ വരുത്തുന്നുണ്ട്. പക്ഷെ അത് പലരും കാണില്ല, അത് കാണാനായിട്ട് കുറെ പേരുണ്ട്. അവരത് വേറെ തന്നെ ഓഡിയൻസാണ്. അമ്മമാരോ ഇങ്ങനെയല്ലോ, എൻ്റെ അമ്മേൻ്റെയും എൻ്റെ വൈഫിൻ്റെയും ഫാമിലീസിൽ നടക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ഇവിടെ പോയി ഇന്ന് കോഴിക്കോട് വന്ന് നിങ്ങളെല്ലാം കണ്ടു എന്നുള്ളത് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് അമ്മമാരെല്ലാം കാത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും വീഡിയോ എടുക്കലുണ്ട്. പക്ഷെ ഈ ഷോർട്സുകളാണ് കൂടുതൽ ആൾക്കാരും കുട്ടികളും കാണുന്നുണ്ട് ഇതായെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതുപോലെ തന്നെ വ്യൂസ് അപ്പുറം ഉണ്ട്, നിലവിൽ 2 സ്ഥലത്തും ഉണ്ട്. മലയാളികൾ മാത്രമല്ല ബിജുവിന്റെ സബ്സ്ക്രൈബേഴ്സ്, മറ്റ് പുറമെ ഇന്ത്യക്ക് പുറമെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ ആൾക്കാരൊക്കെ എങ്ങനെ എന്തെങ്കിലും ഇവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ബിജുവിനെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറമേ നിന്ന് ആൾക്കാർ പറയുന്നുണ്ടോ? എന്താണ് അവരുടെ ഒരു അല്ല, മലയാളികളല്ലാത്ത ആൾക്കാരെ എങ്ങനെ, എന്താണ് അവരുടെ ഒരു റെസ്പോൺസ്? നല്ല സംഭവമാണ്. നമ്മളിപ്പോ തായ്ലാൻഡ് നമ്മളിപ്പോ ഇവിടെ പോയി യാത്ര പോയിരുന്നു, കണ്ടിട്ടുണ്ട് ആ വീഡിയോയില്. ആടിയെല്ലാം നമുക്ക് പറയാൻ കഴിയില്ല, നമ്മള് ഒട്ടും വിചാരിക്കൂല. ആടിയുള്ളവർ വന്നിട്ട് അവര് കണ്ടിട്ട് ഞാൻ കണ്ടപാട് വന്നിട്ട് അത് ഭയങ്കര സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ഏതെങ്കിലും മുക്കിൽ പോലും ആടിയുണ്ടാവും നമ്മൾ അറിയുന്നവര്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇത്ര ദൂരം എത്തിയോന്നുള്ളത് സോഷ്യൽ മീഡിയ അത്ര വേഗമോ അത്ര പെട്ടെന്ന് വളരെ. നമ്മളൊരു താജ്മഹലിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ആ ഏരിയക്കുള്ളവരെല്ലാം എൻ്റെ മോനെ എടുത്തു കൊണ്ടുപോയി. ശരിക്കും അത് ഭയങ്കര സംഭവമാണ്. അവരെ സ്നേഹം കണ്ടിട്ട് അത് പറയാൻ പറ്റാട്ടോ. ദുബായി പോയവരായാലും ആടുന്ന് നമ്മളൊരു മാളിൽ പോയവരോ കുറേ സ്ഥലത്ത് നിന്ന് അങ്ങനെ ഭയങ്കര. അന്നേരം നമുക്ക് ശരിക്കും അറബി അവരെല്ലാം അതെല്ലാം വന്നിട്ട് കണ്ടിട്ട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല ഇവരെല്ലാം ഇത് കാണുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. നമ്മള് ഭയങ്കര സംഭവം. നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ലത്. ഭയങ്കര സംഭവമാണ്. നമ്മളിങ്ങനെ ഞെട്ടിപ്പോവും ഒരു സ്ഥലത്തെല്ലാം പോയിട്ടാകുമ്പോൾ. അപ്പൊ ഞാനിപ്പോ ഇവിടെ വരുന്നുണ്ട്, ഇന്നലെ പറഞ്ഞു നോക്കുമ്പോൾ എന്നെ കോഴിക്കോട് നിന്ന് കുറേ പേര് വിളിച്ച്. അപ്പൊ നമ്മളിന്ന് തിരിച്ചു പോകേണ്ടിയിരുന്നു. അപ്പൊ ആടയില്ല, അവർ വിളിച്ചു. പോകാൻ പറ്റണ്ടേ. ഇപ്പൊ നമ്മളെ വരുന്ന വഴിക്ക് നമ്മളൊരു സ്ഥലത്ത് ചേച്ചീൻ്റെ ഒരു ആവശ്യത്തിന് കയറി. അവിടെ കുറേ കടയിൽ കയറിയിട്ട് നമ്മൾ വരുന്നത്, അവർ വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമ്മള് നമുക്ക് വിചാരിക്കാനില്ല ഇതെല്ലാം ഇത്രപ്പാട് വീട്ടിൽ ആരെല്ലാം കാണുന്നത് നമുക്കറിയില്ല. ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇവരെ സ്നേഹം ഭയങ്കരമാണ്. നമ്മളെ അമ്മ എങ്ങനെയാ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നല്ല പറയുമ്പോൾ അവർ കുറേ വർഷമായിട്ട് കാണാണ്ട് നമ്മളെ വീട്ടുകാർ കാണില്ല, അതുപോലെ വന്ന് കെട്ടിപ്പിടിച്ച് അത് ഭയങ്കര സംഭവമാണ്. ഇപ്പൊ ബിജു പറഞ്ഞല്ലോ, കൂട്ടുകാരന് ഒരു ഫോൺ തന്നിട്ട് അതിലാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു തുടങ്ങിയത്. ഇപ്പം ഈ കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര സെറ്റപ്പ് ആയോ, സ്റ്റുഡിയോ അങ്ങനെയൊക്കെ ഭയങ്കര വലിയ ഒരു രീതിയിലേക്ക് മാറിയോ? ഇല്ല, ഞാൻ അന്ന് വീഡിയോ എടുക്കുന്ന പോലെ തന്നെ ആ ഒരു ഫോണിൽ തന്നെ ഇപ്പൊ എല്ലാ പരിപാടി. സിംഗിൾ ഫോൺ ഉപയോഗിച്ചിട്ട് അതല്ല, ഫോൺ മാറി വന്ന് അത് ആ ഫോണിൽ തന്നെ പരിപാടി. ഒരു ഫോൺ മാത്രം ഉപയോഗിക്കില്ല, ആ ഫോൺ ഉപയോഗിച്ചിട്ട് പരിപാടി. അത് നമ്മൾ ഡെയിലി കുറെ വീഡിയോകൾ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ എനിക്കൊന്നാമത് കമ്പ്യൂട്ടർ ഒന്നും അറിയില്ല. അതാണ് അതിന്റെ കാര്യം. വെറുതെ വളച്ചൊടിച്ചിട്ട് കേൾക്കണ്ട. സംഭവം എനിക്ക് മറ്റേന്നും അധികം വർക്ക് ചെയ്യാറില്ല. ട്രിക്സ് ഒന്നും ആരോടും പറയാതിരിക്കാൻ വേണ്ടിട്ട് അറിയില്ല എന്ന് പറയുന്നതാണ്. അല്ല, എനിക്ക് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ അറിയില്ല കാര്യം. ഞാൻ പണ്ട് കമ്പ്യൂട്ടർ പഠിക്കാനും പോയിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് നല്ല ഇംഗ്ലീഷിൽ അറിഞ്ഞാലും നടക്കും. അപ്പൊ ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എഡിറ്റിംഗ് ഒക്കെ എങ്ങനെ നടത്താം? ബസ് ഓടിക്കുന്ന പോലെ ആ ഡ്രൈവിംഗ് ശീലത്തിന്റെ പുറത്ത് അല്ല, ബസ് ഓടിക്കുന്ന പോലെ ആവില്ല. അത് പിന്നെ ഇത് ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ 10 മിനിറ്റുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ 3 ദിവസം 4 ദിവസം അങ്ങനെ എടുത്തു അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 10 മിനിറ്റിലെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ 10 മിനിറ്റിലെ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്ക് തന്നെ ഇവർ കാണുമ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവർ കാണിച്ചു കൊടുക്കും. എല്ലാവരും ഒന്ന് റിലാക്സ് ആകുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ അത്ര സ്പീഡിലായി അപ്പൊ തന്നെ കാണാൻ പറ്റും. ഇപ്പൊ തന്നെ എടുത്ത് ഇപ്പൊ തന്നെ കാണാൻ പറ്റും. അങ്ങനത്തെ അത് വെച്ചാൽ നമ്മൾ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോ പണിയെടുക്കുമ്പോഴായാലും അങ്ങനെ വരും.
അതില്ല ഇപ്പൊ എനിക്ക് അതിൻ്റെ അകത്ത് ബാക്കി കാര്യമൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ചെറിയ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് അതിൻ്റെ അകത്ത് ആ കുറച്ച് സാധനം ഉള്ളൂ. അപ്പൊ അത് വേഗം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറേ ഉള്ളതിനടുത്ത് കമ്പ്യൂട്ടറിലെടുത്ത് പോയാൽ പിന്നെ കുറെ നമുക്ക് എത്ര സമയം എടുക്കുമ്പോൾ ഇതേ വേണ്ടാതാണ് ഇത് ഇവരുടെ പിള്ളേരുടെ ഒരു സഹായം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ രണ്ട് ജനറേഷൻ ആണല്ലോ. ഒരാൾ മുതിർന്ന ആൾ നമ്മള് നാടകം അതിങ്ങനെയൊക്കെ ആയിട്ട് നടന്ന, ഇവരാണെങ്കിൽ പുതിയ സോഷ്യൽ മീഡിയ. അപ്പൊ ഇവര് നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെ ഇതിനകത്ത്? ആക്ച്വലി ഇവരാണ് മേലെയുള്ളത്, ഞാൻ താഴെയുള്ളത്. ഞാന് ഇവരെ നമ്മളൊരു ഗ്രാമമാണ്. അപ്പൊ നമ്മളോട് കുട്ടികളെ എല്ലാവരും ഒരു അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ ഞാന് എന്നാ അനുഭവം പറയേണ്ട കാര്യം മാമന്റെ ഈ മേഖലയെ എങ്ങനെ നിങ്ങൾ കടത്തി വെട്ടുന്നു? ചിരി വന്നിട്ട് കേട്ടാ ചമ്മലുകളിലെ കണ്ടിട്ട് ഇത്രപ്പാടാ എത്ര ആളുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു 3-4 ആളേ ഉള്ളൂ. അങ്ങനെ വരാം. ഇയാളെ കണ്ടിട്ട് ഇന്നാളെ നമ്മൾ ഇവിടെ ഒരു പരിപാടിക്ക് തന്നെയാണ്, ഇവിടെ ഒരു ഇനാഗ്രേഷന്. ഞാനിവിടെ പറഞ്ഞ കൊച്ചാളും ഇല്ലെന്ന്. കുറേ ആള് എന്നിട്ട് വീട്ടിലെ ശരി മടിയാണ് നമ്മളെല്ലാം. ഇപ്പൊ എനിക്കിപ്പൊ അറിഞ്ഞിട്ടൊന്നല്ല പറയാം, നമുക്ക് ബെർച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത്. സംഭവം കുറെ ആളിങ്ങനെ ഇരുന്നാൽ നിങ്ങളായാലും കൂടി ഇരുന്നാൽ ഭയങ്കര ശമ്പളമായിരിക്കും. അത് വേറെ കാര്യങ്ങൾ പറ. നമുക്കറിയാത്ത കാര്യങ്ങൾ ഇവരാണോ പറഞ്ഞു തരുന്നത്? എന്താ അല്ല, ഞാൻ ഈ എന്റെ കണ്ടന്റും പരിപാടിയൊന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നല്ല പരിപാടി. പിന്നെ ഞാൻ ചില ഇതെല്ലാം ഓരോന്ന് ഇവർ പറയും. ഇവർ പറയുമ്പോൾ ഞാൻ ഇത് എടുക്കൂല. അതുകൊണ്ട് ഇവർ പരിപാടി അപ്പോൾ പറയാൻ പറയും. പറഞ്ഞു തരുന്നല്ലേ നല്ല കവിയായാലും ഇവരായാലും ഇങ്ങനെ ചില സാധനങ്ങൾ ഇവർ ഇങ്ങനെ ഇവർക്ക് എല്ലാം ഇതുണ്ടാവുമല്ലോ, അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു കണ്ടന്റ് നമ്മൾ ഒരു സോൾ നമ്മൾ ഉണ്ടാക്കി വെക്കും. അത് വെച്ചിട്ട് അങ്ങ് എങ്ങനെയാണ് പരിപാടി. കവി കർണാടക ആണല്ലോ. അപ്പൊ മുന്നോട്ട് വരുമ്പം ഇതൊക്കെ വെച്ച് ജീവിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു അങ്ങോട്ട് വന്നത്. എന്താണ് അതിന്റെ ഒരു കവിയാ? അല്ല, ആടാ നമ്മളെ നാട്ടിലെ പോലെ അല്ല. ആടാ നമ്മളെ ഈ കണ്ണൂർ ജില്ലയിലെ മുട്ടിയ സ്ഥലത്താണ് ഈ പേട്ട എന്ന് പറഞ്ഞ സ്ഥലം, കർണാടകത്തില്. ശരിക്കും ഞാനെടുത്ത് പെണ്ണിടാൻ പോകുന്ന സമയത്ത് ആരുടെ പറയാൻ അവര് പെണ്ണിടാൻ പോകുന്ന സമയത്ത് നമ്മളെ നാട്ടില് ഇങ്ങനെ പെണ്ണ് നമ്മളെ ഗവൺമെന്റ് ജോബ് അങ്ങനെ വന്നോണ്ട് ഇനി അതൊന്നും തമിഴിൽ നഗരെ കുറേ ആൾ ഇട്ടത് അതുകൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ പോയി പെണ്ണെല്ലാം കണ്ട്. അല്ല, ആടാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ ഇവരെ സംബന്ധിച്ചിട്ട് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മള് എന്റെ വീടിനടുത്ത് അല്ലെങ്കിൽ ഞാനിപ്പോ ഡ്രൈവർ പണി, നമുക്കൊരു പണിയുണ്ടല്ലോ, അതവര് കാണും. നമ്മളൊരു ഇന്ന മേഖല വേണം, ഇന്ന പോലെ വേണമെന്നല്ല, ഒരു വർക്ക് ഉണ്ട് പുള്ളിക്കാരനെ, ഒരു വീടെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് അവർ കാണുന്നത് നല്ല ഇതായിട്ടാ. അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ ഞാൻ ഓളം വലിയ ഭയങ്കര ഹീറോ. കുറെ ആൾക്കാർ ഇവിടെ വന്ന ആൾക്കാരെ ഈ വർക്ക്ഷോപ്പ് ഇത് ബിജുവിനെ പോലെ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാവണമെന്ന് ആഗ്രഹിച്ച് വന്ന കുറെ പേര് ഇതിനകത്തുണ്ട്. അപ്പൊ കുറെ പേര് അപ്പൊ ഇതിനകത്ത് ഇത് വെച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊരു സംശയം അവർക്കുണ്ട്. അപ്പൊ എന്താ ബിജുവിന്റെ ഒരു അനുഭവത്തിന് ഇത് നിൽക്കുന്നത് നല്ലതാണോ, എന്താണോ ഒരു സ്ഥിതി? ഇത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ ഇതെന്തിനാണ് വീഡിയോ എടുക്കുന്നത്? 3 എടുക്കാണ്ട് സമ്മലാണ്. അപ്പൊ ഇത് കുറച്ച് ഏത് പണിക്കായാലും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. അതാണ് പറയാനുള്ളത്. പണ്ടൊരു കഥയുണ്ട്, കഥയാണ് എന്താ പറയുന്നത്. അപ്പോൾ ഏത് പണിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പണ്ടൊരു കഥ പറഞ്ഞ ഒരു വലിയൊരു സ്ഥലത്ത് ഒരു പുള്ളിക്കാരൻ കരണ്ട് കുത്തിയ ഒരു കഥയുണ്ട്. 8 അടി കുഴിച്ചാൽ കരണ്ട് വെള്ളം കാണുന്ന പറ്റി പുള്ളി കുറേ കരണ്ടുകൾ ഇങ്ങനെ കുത്തിയിട്ട് ലാസ്റ്റ് ഒരു സ്ഥലത്ത് മാത്രം 9ാമത്തെ അടി കുത്തിയപ്പോൾ വെള്ളം കണ്ടേ. അപ്പോൾ ആദ്യത്തെ അടി തന്നെ കുറിച്ച് വയ്ക്കാൻ പറയുന്ന പോലത്തെ അവസ്ഥയാണ്. നമ്മൾ അത് അതിൻ്റെ അകത്ത് ആദ്യം സക്സസ് ആകാൻ കുറച്ച് ഭയങ്കര പണിയായിരിക്കും നമുക്ക്. പക്ഷെ അത് നമ്മൾ നിത്യവും ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കതിൽ വിജയമുണ്ടാകും. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുമെന്നല്ല, നമ്മൾ ചെയ്യേണ്ട പണി ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഞാനിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടും. അത് അന്ന് എന്നാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ പണി ഞാനിപ്പോൾ അതേ റിസ്ക് അല്ല അതേപോലെ തന്നെ എടുത്തോണ്ടിരിക്കുവാണ്. എൻ്റെ അടുത്ത് എൻ്റെ ഓളം പറയും ചില സമയത്ത് ഇന്നൊരു ലീവായി കൂടെ എന്നെല്ലാം പറയും, ഞാൻ എടുക്കാണെന്നുള്ളത്. പക്ഷേ അതല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും.